പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവത്തിൻ്റെ തിരുനാമത്തിന് എന്നേക്കും മഹത്വമുണ്ടായിരിക്കട്ടെ. ആമേൻ. കർത്താവിനാൽ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പ്രിയ സഹോദരങ്ങളെ, സർവസ്തുതിക്കും പുകഴ്ചയ്ക്കും യോഗ്യനായ ദിവ്യകാരുണ്യനാഥനെ പാടി സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ തിരുവചന ധ്യാനം ആരംഭിക്കാം. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേയ്ക്കാരാധന. യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ നോമ്പിന്റെ 3-ാം ഞായറിൽ നമ്മുടെ മനനത്തിനും ധ്യാനത്തിനുമായി നൽകപ്പെട്ടിട്ടുള്ള തിരുവചന ഭാഗങ്ങൾ നിയമാവർത്തനം 31:19 മുതൽ 30 വരെയുള്ള വാക്യങ്ങൾ, യെശയ്യാ 5:18 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ, എസെക്കിയേൽ 33:23 മുതൽ 33 വരെയുള്ള വാക്യങ്ങൾ, സുഭാഷിതങ്ങൾ 6:16 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ, റോമർക്ക് എഴുതിയ ലേഖനം 5:1 മുതൽ 11 വരെയുള്ള വാക്യങ്ങൾ, മർക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ. വിശുദ്ധ ഗ്രന്ഥമെടുത്ത് ഈ വചനഭാഗങ്ങൾ ശ്രദ്ധാപൂർവം വായിച്ച് കർത്താവിനെ ശ്രവിക്കുക. യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തിയ സംഭവമാണ് ഇന്നത്തെ സുവിശേഷ ഭാഗത്തിൽ വിവരിക്കുന്നത്. ഈ ദിനത്തിലെ പഴയ നിയമ വായനകളെല്ലാം ഇസ്രായേൽ ജനത്തിൻ്റെയും മനുഷ്യകുലത്തിൻ്റെയും വ്യക്തിപരവും സമൂഹപരവുമായ വിവിധങ്ങളായ തിന്മകളെക്കുറിച്ചാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതിൻ്റെ വെളിച്ചത്തിൽ ചിന്തിക്കുമ്പോൾ സുവിശേഷത്തിൽ പറയുന്ന തളർവാദ രോഗം തിന്മയുടെ പരിണിത ഫലമാണ്. മാത്രമല്ല, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്നതിന് മുമ്പ് യേശു പറയുന്നതും ഇത് വ്യക്തമാക്കുന്നു. ദൈവത്തോടുള്ള അവിശ്വസ്തതയും തിന്മകളും വിശ്വാസത്തെ നിർജീവ അവസ്ഥയിലെത്തിക്കും. ഈ അവസ്ഥയിൽ അനുതപിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരാനോ സ്വയം തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാനോ സാധിക്കുകയില്ല. കർത്താവ് കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സംഭവത്തിൽ ദൈവത്തിൻ്റെ കരുണാർദ്ര സ്നേഹവും കുഷ്ഠരോഗിയുടെ വിശ്വാസവുമാണ് അവനെ ശുദ്ധീകരിക്കുകയും സുഖപ്പെടുത്തുകയും ചെയ്തത്. എന്നാൽ ഇവിടെ തളർവാദ രോഗിയുടെ നിർജീവ വിശ്വാസത്തിൻ്റെ ഈ അവസ്ഥയിൽ അനുതപിച്ച് വിശ്വാസത്തിലേക്ക് കടന്നു വരാനോ സ്വയം തൻ്റെ പാപത്തിന് പരിഹാരം ചെയ്യാനോ സാധിക്കില്ല. ഇപ്രകാരമുള്ളവരെ തിരുമുൻപിലെത്തിക്കാൻ വിശ്വാസത്തിൽ വളർന്നവരുടെ സഹായം അനിവാര്യമാണ്. തളർവാദ രോഗിയെ കർത്താവിൻ്റെ പക്കൽ കൊണ്ടുപോയ വ്യക്തികളുടെ വിശ്വാസമാണ് അവനെ സുഖപ്പെടുത്തിയത്. എല്ലാ പ്രതിബന്ധങ്ങളെയും തരണം ചെയ്ത് ആ രോഗിയെ യേശുവിൻ്റെ അടുത്തെത്തിക്കാൻ അവർ എടുത്ത ത്യാഗവും മടുക്കാത്ത പരിശ്രമവും അവരുടെ വിശ്വാസവും കണ്ടപ്പോൾ യേശു തളർവാദ രോഗിയോട് പറഞ്ഞു, മകനെ, നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എഴുന്നേറ്റ് നിന്റെ കിടക്കയുമെടുത്ത് വീട്ടിലേക്ക് പോവുക. തൽക്ഷണം അവൻ എഴുന്നേറ്റ് കിടക്കയുമെടുത്ത് നടന്നു. ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് മറ്റുള്ളവരുടെ വിശ്വാസവും പരിത്യാഗപൂർണമായ പ്രവർത്തനങ്ങൾക്കും വിശ്വാസത്തിൽ തളർന്നവരെ ബലപ്പെടുത്താൻ സാധിക്കും. അവരെ തിരുമുൻപിലേക്കെടുത്തുയർത്തി താഴ്ത്തി സമർപ്പിക്കുവാനും അവരെ സൗഖ്യപ്പെടുത്താനും സാധിക്കും. യേശു തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന ഈ സംഭവം 3 പ്രധാന സന്ദേശങ്ങളാണ് നമ്മുടെ നിരന്തരമായ മനനത്തിനും ധ്യാനത്തിനുമായി നൽകുന്നത്. ഒന്നാമതായി, ഈ സംഭവത്തിലൂടെ നോമ്പ് വഴി നമ്മിൽ സംഭവിക്കേണ്ട വിശ്വാസ വളർച്ചയെ വ്യക്തമാക്കുന്നു. നോമ്പിൻ്റെ 2-ാം ഞായറിൽ കുഷ്ഠരോഗിയുടെ വിശ്വാസം അവനെ ശുദ്ധീകരിച്ചപ്പോൾ, നോമ്പിൻ്റെ 3-ാം ഞായറിൽ തളർവാദ രോഗിയെ കർത്താവിൻ്റെ അടുക്കൽ എടുത്തുകൊണ്ടുപോയവരുടെ വിശ്വാസം അപരൻ്റെ ശുദ്ധീകരണത്തിനും നിർജീവ വിശ്വാസത്തെ ഉണർത്തുന്നതിനും സഹായിച്ചു. അതായത്, സ്വയം വിശുദ്ധീകരിക്കപ്പെട്ട് വിശ്വാസത്തിൽ ശക്തി പ്രാപിക്കുന്നവർക്ക് വിശ്വാസത്തിൽ തളർന്നു പോയവരെ കൂടെ വിശുദ്ധീകരിക്കുന്നതിനും തിരുമുൻപിലെത്തിച്ച് അവരുടെ വിശ്വാസത്തെ ഉണർത്തുന്നതിനും രക്ഷയുടെ അനുഭവത്തിലേക്ക് അവരെ നയിക്കുന്നതിനും അതുവഴി ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിനും സാധിക്കും. രണ്ടാമതായി, യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സംഭവത്തെക്കാൾ അധികമായി തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൽ അവിടുത്തെ മഹത്വവും ആധികാരികതയും വെളിപ്പെടുന്നു. ഈ വിവരണത്തിനിടയിലെ
ഫരിസേയരുമായുള്ള യേശുവിൻ്റെ തർക്കവും തുടർന്നുള്ള യേശുവിൻ്റെ വാക്കുകളും പ്രവൃത്തിയും, പ്രത്യേകിച്ച് ഭൂമിയിൽ പാപങ്ങൾ ക്ഷമിക്കാൻ മനുഷ്യപുത്രന് അധികാരമുണ്ടെന്ന് നിങ്ങൾ അറിയേണ്ടതിന് ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേറ്റ് നിന്റെ കിടക്കയും എടുത്ത് വീട്ടിലേക്ക് പോവുക. ഈ വാക്കുകൾ യേശുവിൻ്റെ ആധികാരികതയെ വെളിപ്പെടുത്തുന്നു. പാപങ്ങൾ ക്ഷമിക്കാൻ ദൈവത്തിന് മാത്രമേ അധികാരമുള്ളൂ. ഇവിടെ യേശു തന്നെ സൂചിപ്പിക്കുവാൻ മനുഷ്യപുത്രൻ എന്ന് പറഞ്ഞിരിക്കുന്നതും യേശുവിൻ്റെ ആധികാരികതയെ സൂചിപ്പിക്കുവാനാണ്. മൂന്നാമതായി, കാനായിലെ കല്യാണ വിരുന്നിൽ അടയാളമായി സൂചിപ്പിച്ചത് തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൽ യേശുവിൻ്റെ വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും കൂടുതൽ വ്യക്തമായി വെളിപ്പെട്ടു, ജനം ദർശിച്ചു. യേശു കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയ സംഭവത്തെക്കാൾ അധികമായി തളർവാദ രോഗിയെ സുഖപ്പെടുത്തുന്ന സംഭവത്തിൽ പാപം മോചിപ്പിച്ച് ജനത്തെ വിശുദ്ധീകരിച്ച് രക്ഷയിലേക്ക് നയിക്കാനുള്ള അവിടുത്തെ അധികാരവും കഴിവും കരുണാർദ്ര സ്നേഹവും വെളിപ്പെടുന്നു. ദിവ്യകാരുണ്യനാഥൻ്റെ തിരുമുൻപിലിരുന്ന് നമുക്കീ വചനം മനനം ചെയ്യുകയും ഹൃദയപൂർവം പ്രാർത്ഥിക്കുകയും വചന സന്ദേശങ്ങൾ ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുകയും ചെയ്യാം. ദൈവമേ, ഞാൻ എവിടെ നിൽക്കുന്നു? എൻ്റെ വിശ്വാസം കുഷ്ഠരോഗിയുടേതുപോലെയാണോ, അതോ തളർവാദ രോഗിയുടേതുപോലെ നിർജീവമായ അവസ്ഥയിലാണോ? തമ്പുരാനെ, പലപ്പോഴും ഞാൻ തളർവാദ രോഗിയുടെ നിർജീവ അവസ്ഥയിലാണ്. എങ്കിലും നാഥ, ഞാൻ പങ്കെടുക്കുന്ന പരിശുദ്ധ കുർബാനകളിലൂടെയും എൻ്റെ പരിശുദ്ധ കുർബാന സ്വീകരണത്തിലൂടെയും കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയതുപോലെ സ്വന്തം പാപങ്ങളാൽ തളർന്നു പോയ എന്നെ ഒരു നിമിഷം കൊണ്ട് വിസ്മയനീയമായ വിധത്തിൽ അങ്ങയ്ക്ക് തൊട്ട് സുഖപ്പെടുത്താൻ കഴിയുമല്ലോ. അങ്ങയുടെ ദിവ്യ സ്പർശനത്താൽ നാഥ എന്നെ സുഖപ്പെടുത്തണമേ. തളർവാദ രോഗിയെ എന്നെ സുഖപ്പെടുത്തണമേ. അങ്ങ് കുഷ്ഠരോഗിയെ ഒന്ന് തൊട്ടപ്പോൾ അവൻ സൗഖ്യം പ്രാപിച്ചു. ഞാൻ എല്ലാ ദിവസവും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും അങ്ങെന്നിൽ വന്ന് വാസമുറപ്പിക്കുമ്പോൾ ഞാൻ അങ്ങിലും അങ്ങ് എന്നിലുമായിത്തീരുന്നല്ലോ നാഥ. അപ്പോൾ ഞാൻ എത്രയധികമായി സൗഖ്യം പ്രാപിക്കണം, വിശ്വാസത്തിൽ ബലപ്പെടണം. കർത്താവേ, തളർവാദ രോഗിയെ എടുത്തുകൊണ്ടുപോയവരുടെ വിശ്വാസത്തിൻ്റെ തലത്തിലേക്ക് എന്നെ ഉയർത്തുന്നതിനും അങ്ങയ്ക്ക് സാധിക്കുമല്ലോ. ദിവ്യകാരുണ്യനാഥ, എൻ്റെ യോഗ്യത കൊണ്ടല്ല, ഞാൻ ഉൾപ്പെടുന്ന സഭാ സമൂഹത്തിൻ്റെ യോഗ്യതകളാലും അങ്ങയുടെ കരുണാർദ്ര സ്നേഹത്താലും കൃപയാലും എൻ്റെ ജീവിതത്തിൽ ഒരു സമൂല പരിവർത്തനം വരുത്തി എന്നെ വിശ്വാസത്തിൽ ബലപ്പെടുത്തണമേ. ജീവിത പ്രതിസന്ധികളിൽ തളരാതെ തിരുഹിതമെന്തും അടിയന് സന്തോഷമെന്ന മനോഭാവത്തോടെ എല്ലാം സ്വീകരിക്കാനും എന്നെ സഹായിച്ചനുഗ്രഹിക്കണമേ. എൻ്റെ വിശ്വാസ ജീവിതത്തിലൂടെ അങ്ങയെ മഹത്വപ്പെടുത്തുന്നതിനും മറ്റുള്ളവരെ അങ്ങിലേക്ക് ആകർഷിച്ചടുപ്പിക്കുന്നതിനും എന്നെ സഹായിക്കണമേ. നാഥ, തളർന്നവരെ തിരുമുമ്പിൽ എത്തിക്കാൻ തക്ക വിധം വിശ്വാസത്തിൽ എന്നെ ബലപ്പെടുത്തണമേ. ഇപ്രകാരം പ്രാർത്ഥനയിലും ധ്യാനത്തിലും വളർന്ന് വിശ്വാസത്തിൽ ശക്തിയാർജിച്ചു വളരാനും ഈ നോമ്പുകാലത്ത് സർവശക്തൻ നമ്മെ സഹായിച്ചനുഗ്രഹിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദിമുതൽ എന്നേക്കും ആമേൻ. പരിശുദ്ധ പരമ